നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോൺ ബോസ്കോ കോളേജ് കൊട്ടിയം. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന വിഷയത്തിലെ ക്വാസി കോൺട്രാക്റ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷനിൽ നമ്മൾ കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, റൈറ്റ്സ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ക്വാസി കോൺട്രാക്റ്റ് ആണ്. എന്നാൽ ക്വാസി കോൺട്രാക്റ്റ് എന്താണെന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ എഗ്രിമെൻ്റ് എന്താണെന്നും കോൺട്രാക്റ്റ് എന്താണെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം നമുക്ക് എഗ്രിമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. എഗ്രിമെൻ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കൊരു വാഗ്ദാനം നൽകുകയാണ്. ആ വാഗ്ദാനം മറുവശത്തുള്ള വ്യക്തി സമ്മതിക്കുമ്പോൾ അത് ഒരു എഗ്രിമെൻ്റായി മാറും. ഇനി നമുക്ക് ഒരു കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. Generally, a contract may be defined as an agreement which creates rights and obligations between the parties. These obligations and rights must be of such a nature that these can be claimed in the court of law. ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ മേൽ അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികളുടെ മേൽ ചില അവകാശങ്ങളും ചില കടമകളും സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത്തരം അവകാശങ്ങൾ സാധിച്ചെടുക്കാനും അല്ലെങ്കിൽ ആ കടമകൾ നിർവഹിക്കാനും നമുക്ക് കോടതിയുടെ സഹായം തേടാവുന്നതുമാണ്. നമുക്കിനി ഈ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സാൽമണ്ട്, എ കോൺട്രാക്റ്റ് ഇസ് ആൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് and defining obligation between the parties. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കുമ്പോൾ കൂടുതൽ ക്ലിയർ ആകും. മിസ്റ്റർ ശങ്കർ agrees to sell his house to Mr. രമേശ് for ₹5 lakhs. ഈ എക്സാമ്പിൾ പറയുന്നത് ശങ്കർ എന്ന വ്യക്തി തൻ്റെ വീട് 5 ലക്ഷം രൂപയ്ക്ക് രമേശിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം രമേശ് സമ്മതിക്കുമ്പോൾ ഇത് ഒരു എഗ്രിമെൻ്റ് ആകുന്നു, അതോടൊപ്പം ഇത് ഒരു കോൺട്രാക്റ്റും ആകുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കക്ഷികളെ നോക്കാം. ശങ്കറും രമേശുമാണ് ഇവിടുത്തെ കക്ഷികൾ. ഇവർക്ക് ഓരോരുത്തർക്കും ഈ കോൺട്രാക്റ്റ് മൂലം സൃഷ്ടിക്കപ്പെട്ട ഓബ്ലിഗേഷൻസ് അഥവാ കടമകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശങ്കറിനെ സംബന്ധിച്ച് ഓബ്ലിഗേഷൻ എന്ന് പറയുന്നത് തൻ്റെ വീട് സമ്മതിച്ച തുകയായ 5 ലക്ഷം രൂപയ്ക്ക് രമേശിന് നൽകുക എന്നതാണ്. മറിച്ച് രമേശ് 5 ലക്ഷം രൂപ ശങ്കറിന് നൽകുക. ഇതാണ് ഇവർക്കുള്ള ഓബ്ലിഗേഷൻസ് അല്ലെ കടമകൾ. ഈ രണ്ട് കടമകളും ഇവർ പൂർത്തിയാക്കുമ്പോൾ ഈ കോൺട്രാക്റ്റ് ഇവിടെ പൂർണ്ണമാകും. ഇനി നമുക്ക് ക്വാസി കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. Contracts which are constituted by law are known as quasi contracts. Quasi contracts are not made by agreement between the parties. It is implied by the law in the sense that obligations resembling those created by express agreements are imposed on the parties by law. അതായത് നിയമം മൂലം രൂപീകരിക്കപ്പെടുന്ന കരാറുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് നാം വിളിക്കുന്നത്. ഇവിടെ കക്ഷികൾ തമ്മിലുള്ള സമ്മതപ്രകാരമോ എഗ്രിമെൻ്റ് പ്രകാരമോ അല്ല ക്വാസി കോൺട്രാക്ട്സ് രൂപീകരിക്കപ്പെടുന്നത്. ഒരു കോൺട്രാക്റ്റിൽ കക്ഷികൾക്ക് ഓബ്ലിഗേഷൻ അഥവാ ബാധ്യത ഉണ്ടാകുന്നത് പോലെ തന്നെ ക്വാസി കോൺട്രാക്റ്റിലും നിയമം കക്ഷികൾക്ക് ബാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഈ സാമ്യം അഥവാ റിസംബ്ലൻസ് കൊണ്ടാണ് കക്ഷികളുടെ സമ്മതം അഥവാ എഗ്രിമെൻ്റ് ഇല്ല എങ്കിലും ക്വാസി കോൺട്രാക്റ്റിനെ കോൺട്രാക്റ്റ് എന്ന് നാം വിളിക്കുന്നത്.
കോസി കോൺട്രാക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, കോസി കോൺട്രാക്ട് ഇസ് എ നോട്ട് എ കോൺട്രാക്ട് ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് because the essential elements of a valid contract like offer, acceptance, capacity, consideration, consensus ad idem, which means identity of minds, etc. are absent in them. Moreover, there is no intention of the parties to enter into a contract. അതായത് സാധാരണ ഒരു കോൺട്രാക്റ്റിന് വേണ്ടുന്ന എസെൻഷ്യൽ എലമെൻസിൽ പലതും ഒരു കോസി കോൺട്രാക്റ്റിൽ ഇല്ല. മാത്രമല്ല, കോസി കോൺട്രാക്റ്റിലെ കക്ഷികൾക്ക് ഇത്തരമൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ടാണ് കോസി കോൺട്രാക്റ്റിനെ ഒരു കോൺട്രാക്റ്റായി പരിഗണിക്കാൻ ഗൗരവമായി ചിന്തിച്ചാൽ നമുക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് കോസി കോൺട്രാക്റ്റ് ഒരു കോൺട്രാക്റ്റ് എന്ന് പരിഗണിക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. കോസി കോൺട്രാക്റ്റ് is an obligation which the law creates in the absence of an agreement. Such obligations imposed by law are described as quasi-contractual obligations. These are called quasi-contracts because the results of these obligations resemble those of a contract. So, the term quasi-contract may be defined as a relation which resembles that created by a contract. അതായത് ഒരു സമ്മതത്തിൻ്റെ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ അഭാവത്തിൽ നിയമം ഒരാളുടെ മേൽ സൃഷ്ടിക്കുന്ന ബാധ്യതയാണ് കോസി കോൺട്രാക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ നിയമം ഒരാളുടെ മേൽ സൃഷ്ടിക്കുന്ന ബാധ്യതകളെ കോസി കോൺട്രാക്ച്വൽ ഓബ്ലിഗേഷൻസ് എന്നാണ് പറയുന്നത്. ഇനി ഒരു കോസി കോൺട്രാക്റ്റും സാധാരണ കോൺട്രാക്റ്റും തമ്മിൽ ഒരു കാര്യത്തിൽ സാമ്യമുണ്ട്. അത് ഓബ്ലിഗേഷൻസിൻ്റെ കാര്യത്തിലാണ്. രണ്ടിലും കക്ഷികൾക്ക് ഓബ്ലിഗേഷൻസ് ഉണ്ട്. ഈ സാമ്യം കൊണ്ടാണ് കോസി കോൺട്രാക്റ്റിനെ ഒരു കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിന് വേണ്ട മറ്റ് പല കാര്യങ്ങളും കോസി കോൺട്രാക്റ്റിൽ ഇല്ല എങ്കിലും ഈ സാമ്യം അല്ലെങ്കിൽ ഈ റിസംബ്ലൻസ് കൊണ്ടാണ്, ഓബ്ലിഗേഷൻസിലുണ്ടായിരിക്കുന്ന ഈ റിസംബ്ലൻസ് കൊണ്ടാണ് നമുക്കതിനെ കോസി കോൺട്രാക്റ്റിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് കോസി കോൺട്രാക്റ്റിൻ്റെ ഉദാഹരണം നോക്കാം. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. Section 71 of the Indian Contract Act clearly lays down that a person who finds goods belonging to another and takes them into his custody is called a finder of lost goods. Generally, there is no obligation on the part of a person who finds goods, but if he picks them up or to take charge of the goods, he becomes responsible for those goods. അതായത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള നഷ്ടപ്പെട്ട സാധനം കണ്ടെത്തി തൻ്റെ കൈവശമാക്കുന്ന ഒരു വ്യക്തിയെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ വഴിയിലോ മറ്റോ കാണുന്ന ഒരു വ്യക്തി അത് കാണാത്ത മട്ടിൽ നടന്നുപോയാൽ ആ വ്യക്തിക്ക് ആ സാധനങ്ങളുടെ മേൽ യാതൊരുവിധ ഉത്തരവാദിത്തമോ കടമയോ കൈവരുന്നില്ല. എന്നാൽ ആ വ്യക്തി സാധനം എടുക്കുകയും കൈവശം വെക്കുകയും ചെയ്യുമ്പോൾ നിയമം അനുശാസിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അദ്ദേഹത്തിന് കൈവരുന്നു. ഇതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് അഥവാ കളഞ്ഞുപോയ സാധനങ്ങൾ കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ ഡ്യൂട്ടീസും ലയബിലിറ്റീസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ഫൗണ്ട്. 2, ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് നോട്ട് യൂസ് ദ ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പർപ്പസ്. 3, ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് നോട്ട് മിക്സ് അപ്പ് ദ ഗുഡ്സ്
with his own goods. 4. The finder of goods must make efforts to find the true owner. 5. The finder of goods must return the goods to the real owner. 6. The finder of goods must also return the increase in the goods. ആ ലാസ്റ്റ് പോയിന്റിൽ ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് കളഞ്ഞു കിട്ടുന്നത് പ്രസവിക്കാറായ ഒരു പശുവിനെ ആണെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഉടമസ്ഥനെ കണ്ടെത്താൻ താമസിക്കുകയാണെങ്കിൽ, 1 മാസമൊക്കെ എടുക്കുകയാണെങ്കിൽ, ഈ കാലയളവിനുള്ളിൽ ചിലപ്പോൾ ആ പശു പ്രസവിച്ചെന്നിരിക്കും. അങ്ങനെ പ്രസവിക്കുമ്പോൾ അതിന് കുട്ടിയുണ്ടാകും. അപ്പം എന്നാണോ യഥാർത്ഥ ഉടമസ്ഥനെ നമ്മൾ കണ്ടെത്തുന്നത്, ആ സമയത്ത് പശുവിനെ മാത്രമല്ല ആ കുട്ടിയെ കൂടി യഥാർത്ഥ ഉടമസ്ഥനെ തിരിച്ച് ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കളഞ്ഞു കിട്ടുമ്പോൾ പശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം പിന്നെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായി. അപ്പോൾ ഇതാണ് ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം പറയാം. നമുക്ക് കളഞ്ഞു കിട്ടുന്നത് മുട്ടയിടുന്ന ഒരു കോഴിയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം ആ കോഴി മുട്ടയിടും. ഓണറിനെ കണ്ടെത്തുന്ന കുറേ ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ അത്രയും ദിവസത്തെ മുട്ട നമ്മുടെ കയ്യിൽ കാണും. അപ്പോൾ എന്നാണോ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്തുന്നത്, അപ്പോൾ കോഴിയോടൊപ്പം ആ മുട്ടകൾ കൂടി ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഇതാണ് ഈ 6ാമത്തെ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അടുത്തതായി റൈറ്റ്സ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫസ്റ്റ് റൈറ്റ്, റൈറ്റ് ഓഫ് ലീൻ. The finder of goods has a right to retain the goods found until he receives the compensation for trouble and expenses voluntarily incurred by him to preserve the goods and to find out the true owner. ഇവിടെ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ്, അല്ലെങ്കിൽ സാധനങ്ങൾ തടഞ്ഞു വയ്ക്കാനുള്ള അവകാശം. ഇവിടെ കളഞ്ഞുപോയ സാധനങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിക്ക്, ഫൈൻഡർക്ക്, ആ ഗുഡ്സ് പ്രിസേർവ് ചെയ്യാനും യഥാർത്ഥ ഓണറിനെ കണ്ടെത്താനും ന്യായമായ ചില ചിലവുകൾ ഉണ്ടാകും. മാത്രമല്ല ഈ കാലയളവിൽ, ഈ ഗുഡ്സ് സൂക്ഷിക്കുന്ന കാലയളവിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ട്രബിൾസും ഒക്കെ ഉണ്ടാകും. ഇതിനെല്ലാം ന്യായമായ ഒരു നഷ്ടപരിഹാരവും തനിക്കുണ്ടായ ന്യായമായ ചെലവുകളും കിട്ടുന്നതിനുള്ള അവകാശം ഫൈൻഡർക്കുണ്ട്. ആ തുക യഥാർത്ഥ ഉടമസ്ഥനിൽ നിന്ന് കിട്ടുന്നത് വരെയും ആ സാധനങ്ങൾ തടഞ്ഞു വയ്ക്കാനുള്ള അവകാശം ഫൈൻഡർക്കുണ്ട്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഹാസ് നോ റൈറ്റ് ടു സ്യൂ ദ ഓണർ ഫോർ സച്ച് കോമ്പൻസേഷൻ. മാത്രമല്ല ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഉടമസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ഫൈൻഡർക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ റൈറ്റ്, റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ഇഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ലോസ്റ്റ് ഹാസ് ഓഫേർഡ് എ സ്പെസിഫിക് റിവാർഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ലോസ്റ്റ്, ദ ഫൈൻഡർ മേ സ്യൂ ഫോർ സച്ച് റിവാർഡ് ആൻഡ് മേ റീറ്റെയിൻ ദ ഗുഡ്സ് അൺലെസ് ഹീ റിസീവ്സ് ഇറ്റ്. അതായത് കളഞ്ഞുപോയ സാധനങ്ങളുടെ ഉടമസ്ഥൻ ആ സാധനങ്ങൾ കണ്ടെത്തുന്ന വ്യക്തിക്ക് പ്രത്യേകം റിവാർഡ്, പാരിതോഷികം അഥവാ സമ്മാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈൻഡർക്ക് ആ പാരിതോഷികം കിട്ടുന്നത് വരെ കണ്ടെത്തിയ സാധനങ്ങൾ തടഞ്ഞു വയ്ക്കാനും പാരിതോഷികം കിട്ടാൻ വേണ്ടി ഉടമസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുവാനുമുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ റൈറ്റ്, റൈറ്റ് ടു സെൽ. എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഹാസ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഫൗണ്ട് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഗുഡ്സ് കണ്ടെത്തുന്ന വ്യക്തിക്ക് അത് വിൽക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ഒന്നാമത്തെ സാഹചര്യം, ഇഫ് ദ ഓണർ കനോട്ട് വിത്ത് റീസണബിൾ ഡിലിജൻസ് ബി ഫൗണ്ട്. കണ്ടെത്തിയ സാധനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥനെ നിരന്തര പരിശ്രമങ്ങൾക്ക് ശേഷവും കണ്ടെത്താനായില്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാം. 2,
if the owner refuses to pay the lawful charges of the finder. ഫൈൻഡർക്ക് ന്യായമായി ലഭിക്കേണ്ട ചിലവുകൾ നൽകാൻ ഉടമസ്ഥൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിൽ സാധനങ്ങൾ വിൽക്കാം. 3. ഇഫ് ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ. കണ്ടെത്തിയ സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന തരത്തിലുള്ളതാണെങ്കിൽ സാധനങ്ങൾ വിൽക്കാം. ഉദാഹരണത്തിന് ഒരു ചാക്ക് മാങ്ങ അല്ലെങ്കിൽ തക്കാളിയാണ് കണ്ടെത്തിയെന്ന് വിചാരിക്കുക. ഇവ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ള ഗുഡ്സാണ്. അപ്പോൾ ഓണറിനെ കണ്ടെത്തുന്നവരെ കാത്തിരുന്നാൽ ചിലപ്പോൾ അത് നശിച്ചു പോകാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സാധനങ്ങൾ വിൽക്കാവുന്നതാണ്. വിറ്റതിന് ശേഷം അതിൻ്റെ സെയിൽ പ്രൈസ് ഓണറിനെ തിരിച്ചേൽപ്പിക്കാം. 4. ഇഫ് ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഫൗണ്ട് എക്സീഡ് 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്. അതായത് ഫൈൻഡർക്ക് നിയമപരമായി ലഭിക്കേണ്ട ചിലവുകളുടെ തുക കണ്ടെത്തിയ സാധനത്തിൻ്റെ മൊത്തം വിലയുടെ അല്ലെങ്കിൽ മൂല്യത്തിൻ്റെ 2/3 ഭാഗത്തിന് മേലെയാകുമ്പോൾ സാധനങ്ങൾ വിൽക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടെത്തിയ സാധനങ്ങളുടെ മൊത്തം വില അല്ലെങ്കിൽ മൂല്യം എന്ന് പറയുന്നത് 150 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ ചിലവുകൾ ആ 150 രൂപയുടെ 2/3 ഭാഗത്തിന് മേലെ ആയാൽ, അതായത് 100 രൂപയിൽ മേലെ ആയാൽ ആ സാധനങ്ങൾ നിങ്ങൾക്ക് വിൽക്കാം. വിറ്റതിന് ശേഷം ബാക്കിയുള്ള തുക ഓണറിനെ ഏൽപ്പിക്കാവുന്നതാണ്. ആഫ്റ്റർ സെല്ലിംഗ് ദ ഗുഡ്സ് ഫൈൻഡർ ക്യാൻ ടേക്ക് ഹിസ് ലോഫുൾ ചാർജസ് ആൻഡ് ഗിവ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് സെയിൽ ടു ദ ഓണർ. സാധനങ്ങൾ വിറ്റതിന് ശേഷം ഫൈൻഡർക്ക് തനിക്ക് ന്യായമായി ലഭിക്കേണ്ട തുക എടുത്തതിന് ശേഷം ബാക്കി തുക ഓണറിനെ ഏൽപ്പിക്കാവുന്നതുമാണ്. ഇത്രയുമാണ് ഒരു ഫൈൻഡർക്ക് ഉണ്ടായിരിക്കുന്ന അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കോസി കോൺട്രാക്റ്റിനെ കുറിച്ചും അതിൻ്റെ ഉദാഹരണത്തെക്കുറിച്ചുമൊക്കെ ഞാൻ വിവരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സുകൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ ഓൺലൈൻ ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.